അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉറക്കം എപ്പോഴും ഒരു അത്ഭുതമുള്ള വിഷയമാണ്. നമുക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ എത്ര സമയം ഉറങ്ങി എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയുന്നില്ല. എഴുന്നേൽക്കുമ്പോൾ നമുക്ക് കരുതുക ഇതെന്ത് ഇത്ര പെട്ടെന്ന് നേരം വെളുത്തോ എന്നാണ് കരുതുക. 5-6 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ ഉറങ്ങിയാലും അത് ഫീൽ ചെയ്യാറില്ല. ഇത് തന്നെയാണ് ഗുഹാവാസികൾക്ക് സംഭവിച്ചത്. 300 വർഷം ഉറങ്ങിക്കഴിഞ്ഞിട്ട് അവരെഴുന്നേറ്റ് പരസ്പരം ചോദിക്കുകയാണ്, നമ്മൾ എത്ര ഉറങ്ങി? അപ്പോൾ പറയുന്നത് ഒരു ദിവസം, അതല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ അല്പം ഭാഗം. ഇങ്ങനെയാണ് അവർ പറയുന്നത്. ഇതാണ് ആയത്ത് 19 പറയുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വകദാലിക ബഅസ്നാഹും ലിയതസാഅലൂ ബൈനഹും ഖാല ഖായിലും മിൻഹും കം ലബിസ്തും ഖാലൂ ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം ഖാലൂ റബ്ബുകും അഅലമു ബിമാ ലബിസ്തും ഫബ്അസൂ അഹദകും ബിവരിഖികും ഹാദിഹി ഇലൽ മദീന ഫല്യൻദുർ അയ്യുഹാ അസ്കാ തആമൻ ഫല്യഅതികും ബിറിസ്ഖിൻ മിൻഹു വല്യതലത്തഫ് വലാ യുശ്ഇറന്ന ബികും അഹദാ. മനുഷ്യന് ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ടാത്തൊരു വിഷയമാണ് ഉറക്കം. ഒരു കുഞ്ഞ് ജനിച്ചാൽ ട്രെയിനിങ് ഇല്ലാതെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഉറക്കം. ഇനി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന കാര്യമാണെങ്കിലോ അതും വളരെ അത്ഭുതകരമാണ്. അതിൻ്റെ കൃത്യസമയത്ത് അത് എഴുന്നേറ്റുള്ളൂ. ആരും കുത്തിപ്പൊക്കി എണീപ്പിക്കാതെ തന്നെ അവർ എഴുന്നേറ്റ് അവരുടെ കാര്യങ്ങൾ അവർ ചോദിക്കും. കരഞ്ഞുകൊണ്ടാണെങ്കിലും ചോദിക്കും. ഇതാണ് മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള രീതി. അതിനിടയിലാണ് ഗുഹാവാസികളുടെ 300 വർഷത്തെ ഉറക്കം ചരിത്രമാകുന്നത്. അറബികൾക്കിടയിലേക്ക് ഈ കഥ എത്തുന്നത് തന്നെ വേദക്കാരിൽ നിന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ സത്യാവസ്ഥ എന്ന നിലയിൽ ഇത് വിവരിക്കപ്പെട്ടപ്പോൾ അതിനെ കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് കുറേ ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങളൊക്കെ പുറത്തു വരുന്നത്. വിശ്വാസികളെ സംബന്ധിച്ച് ഇതത്ര വലിയൊരു അത്ഭുതമൊന്നുമല്ല. അള്ളാഹു പറയുന്നതും അത് തന്നെയാണ്. നീ ഇതൊരു വലിയ അത്ഭുതമായിട്ട് കണക്കാക്കുന്നുണ്ടോ എന്നാണ് റസൂലിനോട് വരെ ചോദിക്കുന്നത്. എങ്കിലും ഈ സംഭവം നടക്കുന്ന സമയം എന്ന് പറയുന്നത് ഏകദൈവത്തെ തള്ളിക്കളയുന്നൊരു സമയമായിരുന്നു. ആ സമയത്ത് അന്ത്യദിനത്തെക്കുറിച്ചും അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളെക്കുറിച്ചും ഒരു സംശയം വേണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നത്. സ്വാഭാവികമായും ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് ഇതൊരു തെളിവ് തന്നെയാണ്. അന്നും കുറേ ആളുകൾ വിശ്വാസത്തിലേക്ക് വരാൻ കാരണമായൊരു സംഭവമാണിത്. അത് തന്നെ ഇന്നും ആവർത്തിക്കുന്നുണ്ട്. കാരണം നിരക്ഷരനായ ഒരു പ്രവാചകനിൽ നിന്ന് ഇത്തരം ശാസ്ത്രീയമായ വിശകലനങ്ങൾ, അഥവാ ഉറങ്ങുന്ന വ്യക്തികളെ 300 വർഷം എങ്ങനെയാണ് പുറമേ കേടുപറ്റാതെ സൂക്ഷിക്കുക. അതെ, ആ സംഭവത്തിന് പിന്നിലെ അദൃശ്യ ശക്തിയെ മനസ്സിലാക്കി കൊടുക്കുകയാണ് ബുദ്ധിമാന്മാർക്ക് ഈ ആയത്തുകൾ. ആയത്ത് 19 വരുമ്പോൾ അവർ തമ്മിലുള്ള സംഭാഷണമാണ് പറയുന്നത്. വകദാലിക ബഅസ്നാഹും ലിയതസാഅലൂ ബൈനഹും. വകദാലിക അപ്രകാരം, ബഅസ്നാഹും അവരെ നാം എഴുന്നേൽപ്പിച്ചു. ബഅസ്നാ നാ ചേരുമ്പോൾ നാം, ഹും അവർ, ഇതൊക്കെ പറഞ്ഞതാണ്. ബഅസ്നാഹും അവരെ നാം എഴുന്നേൽപ്പിച്ചു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പറയാണ് ലി വേണ്ടി, യതസാഅലു പരസ്പരം ചോദിച്ചു, ഊ ചേരുമ്പോൾ അവർ പരസ്പരം ചോദിക്കുന്നതിനു വേണ്ടി, ബൈനഹും അവർ തമ്മിൽ, അപ്രകാരം അവർ തമ്മിൽ ചോദ്യം നടത്തുന്നതിനായി നാം അവരെ എഴുന്നേൽപ്പിച്ചു. ഖാല ഖായിലും മിൻഹും കം ലബിസ്തും. ഖാല പറഞ്ഞു, ഖായിലുൻ എന്ന് പറഞ്ഞാൽ ഒരു വക്താവ്, മിൻഹും അവരിൽ നിന്നുള്ള ഒരു വക്താവ് പറഞ്ഞു, കം ലബിസ്തും കം എത്രയാണ്, ലബിസ്തും നിങ്ങൾ കഴിഞ്ഞു കൂടിയത്. ഖാലു ലബിസ്ന യൗമൻ ഔ ബഅദ യൗം. ഖാലു അവർ പറഞ്ഞു, ലബിസ്ന നാം കഴിഞ്ഞുകൂടി, യൗമൻ ദിവസം, ഔ ബഅദ യൗം ഔ അല്ലെങ്കിൽ ബഅദ യൗം ദിവസത്തിൻ്റെ കുറച്ചു ഭാഗം. ഖാലു റബ്ബുക്കും അഅലമു ബിമാ ലബിസ്തും. ഖാലു അവർ പറഞ്ഞു, റബ്ബുക്കും നിങ്ങളുടെ രക്ഷിതാവ്, അഅലമു കൂടുതൽ അറിയുന്നവനാണ്, ബിമാ അതിനെപ്പറ്റി, ലബിസ്തും നിങ്ങൾ കഴിഞ്ഞു കൂടിയത്. സ്വാഭാവികമായും അവർ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവർക്ക് നല്ല സംശയമുണ്ടായി. അവരിൽ ഒരാൾ ചോദിച്ച കാര്യമാണ് പറയുന്നത്, നാം എത്ര അല്ലെങ്കിൽ നിങ്ങൾ എത്ര കഴിഞ്ഞു കൂടി. അപ്പോൾ അവർ പറഞ്ഞു, ഒരു ദിവസമോ അതല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ അല്പം ഭാഗമാണ് നാം കഴിച്ചു കൂട്ടിയത്. ഉറങ്ങിയ കാര്യത്തിൽ അവർക്കൊരു അസ്വാഭാവികത തോന്നിയിട്ടുണ്ടാകണം. അതുകൊണ്ടാണ് അവർ പറയുന്നത്, വിശ്വാസികളായിരുന്നല്ലോ അവർ പറയുന്നത്, നമ്മളെക്കാൾ കൂടുതൽ ഇക്കാര്യം അള്ളാഹുവിനാണ് അറിയുക എന്നവർ പറയുകയാണ്. ഫബ്അസൂ അഹദകും ബിവരിഖികും ഹാദിഹി ഇലൽ മദീന. ഫബ്അസൂ എന്നാൽ നിങ്ങൾ അയക്കുവിൻ,
അഹദക്കും നിങ്ങളിലൊരാളെ ബിവരിഖിക്കും നിങ്ങളുടെ വെള്ളിയുമായി ഹാദിഹി ഇത് ഈ ഇലൽ മദീന പട്ടണത്തിലേക്ക്. എന്നാൽ നിങ്ങളിലൊരാളെ ഈ വെള്ളിയും കൊണ്ട് പട്ടണത്തിലേക്ക് അയക്കുക. ഫല്യൻദുർ അയ്യുഹ അസ്ക ത്വആമ. ഫല്യൻദുർ എന്നിട്ട് അവൻ നോക്കട്ടെ. അയ്യുഹ അതിൽ ഏതാണ്, ഏതു സ്ഥലമാണ്, അസ്ക ഏറ്റവും നല്ലത്, ത്വആമൻ ഭക്ഷണ സാധനത്തിന് ഏറ്റവും നല്ല സ്ഥലം ഏതാണെന്ന് അവൻ നോക്കട്ടെ. ഫല്യഅ്തികും ബിറിസ്ഖിൻ മിൻ. അപ്പോൾ യഅ്തി കൊണ്ടുവരട്ടെ ക്കും നിങ്ങൾക്ക്, എന്നിട്ടവൻ കൊണ്ടുവരട്ടെ, ബിറിസ്ഖിൻ ആഹാരത്തെ, മിൻഹു അതിൽ നിന്ന് അവിടെ നിന്ന് അവൻ നിങ്ങൾക്കുള്ള ആഹാരത്തെ കൊണ്ടുവരട്ടെ. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വിശപ്പ് അനുഭവപ്പെട്ടു. മാത്രവുമല്ല പുറത്തേക്ക് പോകുമ്പോൾ അറിയാൻ പറ്റും എന്താണ് അവിടുത്തെ അവസ്ഥ. അവരുടെ ചിന്തയിൽ അന്ന് അവർ കയറുമ്പോഴുള്ള സംഭവങ്ങളാണ് മനസ്സിൽ. അപ്പോൾ അതേപ്പറ്റിയാണ് അവരുടെ ഭയവും. അതുകൊണ്ട് തന്നെ അവർ പറയുകയാണ് വലിയ തലത്തൊഫ് വലാ യുശ്ഇറന്ന ബിക്കും അഹദ. വലിയ തലത്തൊഫ് അവൻ സൂക്ഷ്മ നയം സ്വീകരിക്കുകയും ചെയ്യട്ടെ എന്ന് വെച്ചാൽ അവൻ കരുതലോടെ നീങ്ങട്ടെ എന്നുള്ളതാണ് പറയുന്നത്. വലാ യുശ്ഇറന്ന അവൻ അറിയിക്കാതിരിക്കട്ടെ. ലാ ചെയ്യരുത് എന്നുള്ള രൂപത്തിലാണ്. ന ചേരുമ്പോൾ ഉറപ്പിച്ച് അവൻ പറയരുത്, ഉറപ്പായിട്ടും പറയരുത്. ബിക്കും നിങ്ങളെപ്പറ്റി അഹദൻ ഒരാളോടും നിങ്ങളെപ്പറ്റി അവൻ പറയാതെയും ഇരിക്കട്ടെ. ഇത്തിരി ലെങ്തി ആയിട്ടുള്ള ആയത്താണ്, പക്ഷെ ഒരുപാട് വിഷയങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അവർ കയറിയിട്ടുള്ള ആ ഒരു ഭയം, ആ ഭയം ഈ സംസാരത്തിൽ പ്രകടമാണ്. അവർക്കൊട്ടും തന്നെ ആ ഒരു ഉറങ്ങിയ 100 വർഷത്തിൻ്റെ ഒരു ലെങ്ത്ത് ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളത് ഈ ആയത്തിൽ നിന്നും മനസ്സിലാവും. നമുക്ക് ഒരുമിച്ചുള്ള അർത്ഥം പറയാം. അപ്രകാരം അവർ അന്യോന്യം ചോദ്യം നടത്തുവാനായി നാം അവരെ ഉറക്കിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അവരിൽ നിന്നൊരാൾ മറ്റുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ എത്രയാണ് ഉറങ്ങിയത്? അവർ പറഞ്ഞു, നാം ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ അല്പഭാഗമോ കഴിഞ്ഞുകൂടിയിരിക്കും. അവർ പറഞ്ഞു, നിങ്ങൾ കഴിഞ്ഞുകൂടിയതിനെപ്പറ്റി നിങ്ങളുടെ രക്ഷിതാവ് നല്ലവണ്ണം അറിയുന്നവനാണ്. എന്നാൽ നിങ്ങളിലൊരാളെ ഈ വെള്ളിയും കൊണ്ട് പട്ടണത്തിലേക്ക് അയക്കുക. എന്നിട്ട് അവൻ അവിടെ നിന്ന് ഏറ്റവും നല്ല ഭക്ഷണം ലഭിക്കുന്ന സ്ഥലം കണ്ടെത്തട്ടെ. എന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾക്കുള്ള ആഹാരവും അവൻ കൊണ്ടുവരട്ടെ. അവൻ സൂക്ഷ്മനയം കൈക്കൊള്ളുകയും ചെയ്യട്ടെ. നിങ്ങളെപ്പറ്റി ഒരാളെയും അറിയിക്കാതിരിക്കുകയും വേണം. അവരുടെ ആകുലതകളെല്ലാം ഈ ആയത്തിൽ പ്രകടമാണ്. കാരണം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കണം നാം സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ പെരുമാറേണ്ടത്. നമുക്ക് ഭക്ഷണം ആവശ്യമാണ്, അത് കണ്ടെത്തണം, ഏറ്റവും നല്ല ഭക്ഷണം കണ്ടെത്തണം. ഇതിനെക്കുറിച്ചൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നതാണ് ഇവിടെ കാണാവുന്നത്. ഉറക്കം ഒരു ചെറു മരണമാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആത്മാവിനെ പിടിച്ചെടുക്കുകയും പിന്നീട് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അത് തിരികെ നൽകുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സംഭവത്തിന് അള്ളാഹു പറയുന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനങ്ങളും അന്ത്യദിനവും അതിനെക്കുറിച്ചൊക്കെ സംശയിക്കുന്നവർക്കുള്ള ഒരു മറുപടിയായിട്ടാണ് അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. ഇത് കേവലം ഓതിപ്പോകേണ്ട ആയത്തല്ല. ഈ ആയത്ത് ഓതുമ്പോഴെല്ലാം നമ്മുടെ വിശ്വാസം കൂടുതൽ ഉറപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.